കറുപ്പിനഴക് 5 പാടയും സക്സസ്ഫുള്ളി ബാച്ചിലെത്തിച്ചിട്ട് അച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വയനാട് പോകുന്നു Nostalgia guys, nostalgia. ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 5:45 കഴിഞ്ഞു. അപ്പോൾ ഇത്ര രാവിലെ നമ്മൾ പോകുന്നത് ഒരു ഷോർട്ട് ട്രിപ്പ് എന്ന് പറയാം, ഒരു സ്റ്റേക്കേഷൻ എന്ന് പറയാം. നമ്മൾ എല്ലാവരും കൂടി വയനാടേക്ക് പോവാണ്. നമ്മൾ മടിക്കേരി കൂർഗ് വഴി അല്ലേ, മടിക്കേരി കൂർഗ് വഴിയല്ലേ പോകും. അപ്പോൾ നമ്മൾ പോകുന്നത് മടിക്കേരി വീരാജ്പേട്ട കുട്ട അല്ലേ, കുട്ട വഴിയാണ്. അപ്പോൾ കാരണം കുട്ടു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടായിരുമ്പോഴത്തേക്കും ആ വഴിയിലേ പോയിട്ടുണ്ടായിരുന്നു വയനാടേക്ക് സോളോ ട്രിപ്പ്. അപ്പോൾ ആ വഴിയും അതിൻ്റെ സീനറിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിലെ കൂടി തന്നെ പോകാമെന്ന്. അപ്പം ഞാനും കുട്ടും മുത്തും അഞ്ചും പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്, അച്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. കൂടി ഉണ്ടായിരുന്നു മീനു. ലാസ്റ്റ് മൊമെൻറ്റ് വേറെ പ്ലാൻസ് വന്നിട്ട് മീനു ബാക്ക് ഔട്ടായി. മീനു ഇല്ലയെന്ന് പറഞ്ഞു. പോകുന്നതും പോയിട്ടുള്ള വിശേഷമെല്ലാം ഞാൻ കാണിച്ചു തരാം. പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വയനാട് പോകുന്നു. ഒരു ഗായ്സ് ഹായ് പറയൂ ഗായ്സ്. ഹലോ ഗായ്സ്. അപ്പൊ നമ്മ ഇപ്പൊ കുറ്റിക്കോലിന് വിട്ടു. കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങാൻ വേണ്ടിട്ട്. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞു. അച്ചു ആണ് ലേറ്റ് ആക്കിയത്. അച്ചു പറഞ്ഞു ചായയില് കുടിച്ചിട്ട് അച്ചുവിന്റെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ വൈറലായി ഗൈസ്. 10 മിനിറ്റില് 6K വ്യൂസ് അടിച്ചു. അച്ചു മുന്നേറി ഇരിക്കുന്നു. ഹേ ഗായ്സ്, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ വയനാട് പോവാന്ന്. അപ്പോൾ ഈ വയനാട് വീഡിയോ തന്നെ ഞാൻ 3 പാർട്ടായിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആണ് ഇത്. അപ്പം നിങ്ങളുടെ പാർട്ട് 2ഉം പാർട്ട് 3 എല്ലാം എന്തായിട്ടും കാണണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയും നമ്മൾ അവിടെ എത്തുന്നത് വരെയുള്ള കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറ്റിക്കോല് വഴി, സുള്ളിയ വഴി, മടിക്കേരി, കൂർഗ്, വീരാജ്പേട്ട ആ വഴി നേരെ വയനാടേക്കാണ് കേട്ടോ. നമ്മൾ കാസർഗോഡിലുള്ളവർ ചിലപ്പം അധികം ഇതിൽ തന്നെ ആയിരിക്കും വയനാട് പോകുന്നുണ്ടാവല്. മറ്റേ വഴിയും കണ്ണൂർ അങ്ങനെ ആ വഴിയും പോകുന്നുണ്ടാവും. പക്ഷേ ഈ വഴിയും കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് ഈ വഴിയിലും കൂടിയിട്ടും പോകുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ വഴി കുറച്ച് നല്ല വൈബുള്ള വഴിയാണ്. കാരണം നല്ല കുറച്ച് ഫോറസ്റ്റ് ഏരിയയിൽ കൂടി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്, സുള്ളിയ മടിക്കേരി വഴി. അപ്പൊ നമ്മ പോകുന്നത് നമ്മ ഒരു സുള്ളിയ വഴിയാണ് കേട്ടോ, എന്റെ സ്വന്തം സുള്ളിയ വഴി. അപ്പൊ ഞാൻ സുള്ളിയ കാണിച്ചു. ഞാൻ ഒരു വല അമ്മണിക്ക് സുരഭിതമാണ്. ജോർദാനിൽ പോയിട്ട് മലയാളം മറന്നു, അറബി മാത്രം പഠിച്ച അച്ചു വന്നു. ശരിക്കും അച്ചു വയനാട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നമ്മ വയനാട്ടിലേക്ക് പോകുന്നത്. അച്ചുവിന് വയനാട് കാണിക്കാൻ. എനിക്ക് ഈ വഴിയിലേക്ക് കൂടിയിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഒരു കൊല്ലം മുമ്പേ ഞാൻ സുള്ളിയ KVG കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ സാറ്റർഡേ സൺഡേ വീട്ടിൽ വന്നെങ്കിൽ രാവിലെ ഞാൻ പോകും, തിങ്കളാഴ്ച രാവിലെ. അപ്പം ഈ റോഡിലേക്ക് കൂടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ രാവിലെ പോകുന്ന സമയത്ത് നല്ല രസമുണ്ടാവും, നല്ല തണുപ്പും. ഓൾറെഡി ഇതൊരു ഫോറസ്റ്റ് ടൈപ്പ് റോഡാണ്. അപ്പോൾ ഇതിലേ പോകുമ്പോഴത്തേക്ക് നല്ല വൈബുണ്ട് ഗൈസ്. അപ്പോൾ ഇതിലേ പോകുമ്പോൾ എനിക്ക് നൊസ്റ്റു അടിച്ചു.
ഇതാണ് ഗൈസ് പാലം. കോളേജാ എത്തിയില്ല അതിന്റെ കോളേജ്. ಅದೇ ನಮ್ಮ ಊರು ಸುಳ್ಳಿಯಲ್ಲಿ ಎತ್ತಿ ಗಾಯ್ಸ್. ಇನ್ನು ನಾನು ಸ್ವಲ್ಪ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತೇನೆ. ಮಾತಾಡಿ ಊಟ ಇಲ್ಲ. ಬೆಳಗ್ಗೆ ಪದಾರ್ಥ ಅಲ್ಲಪ್ಪ ಅಲ್ಲ ಪದಾರ್ಥ ಅಲ್ಲ ಬೆಳಗ್ಗೆ ಟೀ ಅಂಡ್ ಸ್ನಾಕ್ಸ್ ಅಲ್ಲ. ಓಕೆ ഇതാണ് ನಮ್ಮ ಊರು ಸುಳ್ಯ. ದಿಸ್ ರೋಡ್ ಇಸ್ ಗೋಯಿಂಗ್ ಟು ಸುಳ್ಯ ಮೆಡಿಕಲ್ ಕಾಲೇಜ್. ഇവിടെയുണ്ട് ഉടുപ്പിന്റെ കുറച്ച് മുമ്പിൽ. ಓಕೆ ನಮ್ಮ ಊರು ಸುಳ್ಯ ಕ್ರಾಸ್ ಮಾಡಿ ಮಡಿಕೇರಿ ರೋಡಲ್ಲಿ ಹೋಗ್ತಿದೆ. അങ്ങനെ നമ്മൾ ഉടുപ്പി ഗാർഡിൽ നിർത്തിയിട്ട് വട വാങ്ങാൻ പോയിട്ടുണ്ട് ഗൈസ്. വട മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും ചായ മാത്രം കുടിച്ചിട്ടുണ്ടായത് ഉണ്ടായിട്ടു. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടായിന് പോകുന്ന വഴി നിന്ന് കഴിക്കാമെന്ന്. അപ്പോൾ കുട്ടൂന് പിന്നെ എപ്പോഴും വട ഇമ്പോർട്ടൻ്റ് ആണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് വട. പോകാൻ പറഞ്ഞു ഇവിടെ നിർത്തിയിട്ട് വട വാങ്ങാൻ. എന്നിട്ട് നമുക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അത് നല്ലൊരു ഐഡിയ ആണ്, പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടി കഴിക്കാമല്ലോ. അങ്ങനെ കുട്ടു വട വാങ്ങാൻ വേണ്ടിയിട്ട് ഉടുപ്പി ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വട വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വട തിന്നാൻ ഒരു കുപ്പി. അപ്പൊ നമ്മ കുട്ടി വടയെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് സൈഡാക്കി വാണിയും ചായയും കുടിക്കും. എന്നിട്ട് നമ്മൾ അതിലേ പോകും. ഏതെങ്കിലും കുറച്ച് സൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഗൈസ് നിങ്ങൾ പറയൂ എന്റെ പുതിയ കണ്ണട എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? കഴിച്ചിട്ട് മല കയറി ഭൂമി ചെയ്യല. നീ നടന്നല്ലോ കേൾക്കുന്ന ഫാമിലി ഹോട്ടൽ അറിയുമല്ലോ, ഭാഷ അറിയുമല്ലോ. സൂര്യേട്ടൻ നമ്മ രാവിലെ ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ ഈ രാവിലത്തെ വ്യൂവും ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറച്ചും കൂടി ലേറ്റ് ആയെങ്കിൽ നല്ല നട്ടപ്പൊരി വെയിൽ വരും. അപ്പോൾ ഈ മോർണിംഗ് വ്യൂ എല്ലാം നമുക്ക് മിസ്സാവും. ഇപ്പം തന്നെ നോക്കുക എന്ത് രസമുണ്ട് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്കൊരു സ്പേസ് കിട്ടി. ഇതൊരു റോഡ് സൈഡാണ്. അപ്പം പക്ഷേ ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ കഴിക്കാമെന്ന്. ഒരു തല വണ്ടിയിലൂടെ ഒന്ന് പൊന്തുന്നുണ്ട്. സിന്ദൂരെല്ലാം ഇട്ടിട്ടുള്ളൊരു തല.
ഓന്ത് തലയിടുന്ന പോലെ ഓന്ത് പുറത്തേക്ക് തലയിടുന്ന പോലെ ഒരു ഗൈസ് നമ്മ വടിയും ചായയും കുടിക്കാൻ വേണ്ടിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ വേറൊരു വ്ളോഗറെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, ഇവിടെ നോക്കൂ, നമ്മ കണ്ടുമുട്ടിയിട്ടുണ്ട് വഴിയിൽ വെച്ചിട്ട്. ജസ്റ്റ് കോയിൻസിഡന്റലി മീറ്റ് ചെയ്തതാണ് ഗൈസ്. This is vada. പച്ചടി ഓർക്കും ഔട്ടു. Here. എന്തെങ്കിലുമില്ല. ഇയാളും ഗർഭത്രാമി ഞങ്ങൾ രണ്ട് വട തിന്നു. നമ്മൾ ഇനി ഒന്ന് പോയ റോഡെല്ലാം റെഡിയാവും. അതെല്ലാം അങ്ങനെ നിൽക്കും, സ്റ്റെബിലിറ്റിയിൽ വേണ്ടിയാവും. തന്നാനെ കണ്ടുകലം കേട്ടില്ലേ. അതല്ല നിങ്ങൾ പറയുന്നത്. 5 വടയും സക്സസ്ഫുള്ളി ബാച്ചിലെത്തിച്ചിട്ട് അച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടു അച്ചും തമ്മിൽ മത്സരം. വട കാണാതെ 2 നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ. അമ്മ എന്തോ ഒരു പുതിയ സംഭവം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം നേരെ ഭയങ്കര എന്തില്ലേ. അരുവി പുഴയിൽ കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട്, എന്നാലും നൈസ്. അടിപൊളി. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അച്ചു എത്തിയിട്ടുണ്ട്. കുട്ടു ഒന്നിച്ച് വൈബാക്കാൻ ചായയും കൊണ്ടുവരുന്നുണ്ട്. മീൻ പൊരിക്കാനാ? വെള്ളം കാണാത്ത കളി മീൻ പിടിക്കുന്നു. വെരി എക്കോ ഫ്രണ്ട്ലി. അപ്പൊ നമ്മ അങ്ങനെ മണിക്കേരിക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ ചുരം കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറങ്ങുന്നയാ? സോറി, കയറാനായില്ല. ആ കുന്ന് കണ്ടില്ലേ? ആ കുന്നില്ലേ നമ്മ ഇങ്ങനെ കേറിപ്പോവും. ഇപ്പോഴേ എന്റെ ചെവി അടച്ചു. നമ്മ വടയെല്ലാം തിന്നു, ഒരു ചായ കുടിച്ചു, എന്നിട്ട് പിന്നെയും പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വട കഴിച്ചു, ചായ കുടിച്ചു.
നല്ല സൺ കിസ് ആക്കുന്നുണ്ട്, നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ട്. Oh my god. അയ്യോ കുട്ടി പോയത് സൗണ്ട്. സൈഡ് വലിഞ്ഞത്. ലാ 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 ലാ. അപ്പോൾ ഈ വളവിൽ ഇങ്ങനെ ചുരം കയറുന്ന സമയത്ത് ഈ വളവെത്തുമ്പം ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. കാരണം ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് വലിയ വെള്ളച്ചാട്ടമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ചായ കുടിക്കാം. അവിടെ കുറേ തട്ടുകട പോലത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാം, അവിടെ കുറേ കടിയുണ്ട്, അത് കഴിക്കാം, പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് എത്തുമ്പം വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വെള്ളമില്ല. നല്ല രസമുണ്ട് ഇതിലെ കൂടിയിട്ട് പോവാം. പക്ഷേ റോഡ് കാണുമ്പോ കുറച്ച് ചെറുത്ത് പോലെ ഉണ്ട്. പെട്ടെന്ന് ബസ്സെല്ലാം വരുമ്പോ ഇവിടെ പണ്ട് ഉരുൾപൊട്ടൽ വന്നിട്ട് കൊറേ വീടും കൊറേ ആൾക്കാര് കൊറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് താഴോട്ടേക്കെല്ലാം. കുറെ മുമ്പ്, എത്ര വർഷം മുമ്പ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, കുറച്ചായി. മടിക്കേരി നമുക്ക് 14 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം മടിക്കേരി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അല്ല അത് പിന്നെ അങ്ങനെയാണല്ലോ. മടിക്കേരി ടൗണിലേക്ക്. ടൗണിലേക്ക് മടിക്കേരി വളവ്. ഇത് മടിക്കേരി വളവ്, കരിച്ചേരി വളവ് എന്നല്ല പറയുന്നത്. സ്കൂളുണ്ട് ഇവിടെ, അല്ല സിബ്ര ക്രോസിംഗ് ഉണ്ട് ഇവിടെ. ഒരു പട്ടിക്കുട്ടി. ഓ ഇവിടെ നമുക്ക് പോകുന്ന വൈക്കെല്ലാം കുറെ വൈൻ ഷോപ്പ് കാണും. നമുക്ക് പറ്റുമെങ്കിൽ നിർത്തിയിട്ട് അച്ചു വാങ്ങിത്തരും വൈൻ. അച്ചു വണ്ടി നിർത്തിയാൽ മതി, ഞാൻ വാങ്ങിച്ചോളാം. അതാ മുന്തിരി പാടുന്നല്ലോ പാടുന്നുണ്ട്. വൈൻ കുടിക്കുന്നതിന് മുമ്പേ പാടുന്നുണ്ട്. എവിടെയോ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ. കിഴക്കു സൂര്യൻ ഉദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ, നാദാ പള്ളിയിലെ കൂടത്തിലെ 4 മുഖം. തല കാവേരി റോഡ്. അപ്പൊ ഈലെ കൂടിയിട്ട് ഒരു വഴിയുണ്ട്. അത് ഈലെ കൂടിയിട്ട് നമുക്ക് മറന്നുപോയി. ഈലെ കൂടിയിട്ട് പോയെങ്കിൽ നമുക്ക് തലക്കാവേരി ഓൾസോ പോവാൻ പറ്റും. അല്ല കയറ്റം കയറി പകുതിയായിട്ട് ആകുമ്പോ വലത്തെ ഭാഗത്തേക്ക് ഇറങ്ങി പോണം. അതാണ് തലക്കാവേരിക്ക് പോണ്ട റോഡ്. അങ്ങോട്ടല്ല പോണ്ടേ? പിന്നെ ഈലെ തന്നെ അല്ല, നല്ല റോഡ്, നല്ല മഞ്ഞുണ്ട്, വെയിലുണ്ട്. അച്ചുപ്പ വൈറലായി. ഗൈസ്, അച്ചുന്റെ വീഡിയോ ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. കാരണം ഞാൻ ഈ വീഡിയോ പെടുന്നത് എനിക്കറിയില്ല, ഞാൻ സിംഗപ്പൂർ എത്തിയിട്ട് പോയിപ്പോ. അപ്പൊ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മണിക്കുട്ടി ട്രെൻഡ്. അത് എന്റെ ഇതുവരെയുള്ള ഷോർട്സിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇട്ടിട്ട് 10 മിനിറ്റ് കഴിയുമ്പോ 6000 വ്യൂസ് എനിക്ക് കിട്ടിയത്. അതിനുള്ള കാരണം അച്ചു. അപ്പൊ അച്ചുന്റെ വക അക്ഷരം പണിക്കോ അച്ചു കാക്കപ്പാറി വന്നു. സിനിമ പാട്ട് പാട്. സിനിമ പാട്ടല്ല. സ്കോർ ചെയ്ത് സാമള പേരെ സ്കോർ ചെയ്തിരിക്കുന്നു. ഒരു പാട്ട് പാടി. ഹിന്ദി
പാട്ടെല്ലാം വരുന്നുണ്ട്. അടുത്തതായിട്ട് കുട്ടു കളത്തിലിറങ്ങേണ്ടതാണ്. കുട്ടു കാവേച്ചിട്ട് ഒരു പാട്ട് പാടി. കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം. അതെ, കുന്നത്തെ കൊന്നയ്ക്കും. ഇന്നേതോ തമ്പുരാൻ വന്നേ പോയി. കുട്ടു പാടുന്നില്ലേ? പാട് പാട് പാട്. കറുപ്പിനഴക് ഒന്ന് തടാൻ കൊതിയുണരും മനസ്സിന് നൂറഴക് വനിക്കും വാഹമാൻ പറക്കാൻ ദാഹമാൻ മുളയ്ക്കും ചിറകുമാൻ ഉറക്കെ പാടുവാൻ കൂട്ടുവരുമോ കുഞ്ഞുകുരുവികളെ ചിന്നിക്കുരു എന്തുകുരു എന്തോ കുരുവികളെ ശശി സുന്ദരി എന്റെ പുള്ളോർക്കുളം പോലെ തേങ്ങി. നമ്മൾ ഹെയർ പിൻ വളവ് ബെൻഡ് ആയിക്കൊണ്ട് തലക്കാവേരി പോണ്ട റോഡ്. അങ്ങനെ നമ്മൾ 2 വണ്ടിയായിട്ട് വന്നിട്ട് അച്ഛൻ വേറെ വഴിയില്ലേ നമ്മളെ കൂട്ടാതെ പോയി ഗൈസ്. നമ്മ വേറെ അച്ഛൻ തലക്കാവേരി റോഡിലെ കൂടി കേറി. അപ്പൊ ആ വണ്ടി അച്ഛൻ ഓടിക്കും. അപ്പൊ നമ്മളെ വണ്ടിയില് ഡ്രൈവ് ചെയ്യുന്നത് അച്ചു, മറ്റേ വണ്ടിയിൽ അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ തലക്കാവേരിയിലെ കൂടിയിട്ടുള്ള റോട്ടിലെ കൂടി പോവാൻ നമ്മള് നേരെ പോകുന്നത് മടിക്കേരി വഴി. എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് നമ്മളിപ്പോ മടിക്കേരി ടൗണിൽ ടച്ച് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അച്ഛന്റെ വണ്ടി മടിക്കേരി ടൗണിൽ ടച്ച് ആവുന്നില്ല. അവര് തലക്കാവേരി വഴി നമ്മൾ പക്ഷെ ഒരു സ്ഥലത്ത് എത്തുമ്പോ കൂടും, ഒന്നിച്ച് നമ്മൾ ജോയിന്റ് ആവും. പക്ഷെ തേടെ എത്തുമ്പോന്ന് അറിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് മത്സരം വെക്കാൻ ആരാദ്യം എത്തുന്നു. എന്തായാലും അവരെ എത്തുള്ളൂ. കാരണം നമ്മളെ മുമ്പിൽ ഒരു ആനവണ്ടി സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. നമ്മളെ മുമ്പിൽ ഒരു ആനവണ്ടി മല്ലേ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസും ഇല്ല. ചെറിയ റോഡും അതെ വളവും അതെ. അപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓറഞ്ച് പൂവില്ലേ അത് കർണാടകത്തിൽ വയനാട്ടിലെ. ഹലോ, നമ്മുടെ കുട്ടുവിന്റെ ബുദ്ധി കാരണം നമ്മൾ 5 കിലോമീറ്റർ അധികം സഞ്ചരിക്കുകയാണ് ഗൈസ്. കുട്ടുവിന്റെ അവൻ പറയുന്നു ഞാൻ ഇതിലെ പോയിട്ടുണ്ട്, ഇതാണ് അടുത്ത് എന്ന് പറഞ്ഞു ഗൈസ്. ഞങ്ങൾ അതെടുത്തു ഗൈസ്. ഞങ്ങൾ മൂഞ്ചി ഗൈസ്. മൂഞ്ചിട്ടൊന്നുമല്ല, നമുക്ക് ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാമല്ലോ. ഇവിടെ വന്നില്ലെങ്കിൽ ഈ കാഴ്ച കിട്ടൂ. ഇതെപ്പോഴും കാണുന്ന ഇതല്ലേ അപ്പുറത്ത് വെറൈറ്റി കാഴ്ച. അതിലൂടെ നമ്മൾ ഓൾറെഡി മടിക്കേരി എത്തി. പക്ഷെ മടിക്കേരി ടൗൺ നമ്മൾ ടച്ച് ആക്കിയില്ല. അതിന് മുമ്പത്തെ കുറച്ച് താഴോട്ട് ഒരു വഴിയില്ല, അതിലെ കൂടിയിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നു. മടിക്കേരി സർക്കിൾ എത്തി. പക്ഷെ ടൗൺ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടില്ല. ബസ് സ്റ്റാൻഡ് കയറിയിട്ട ഇനി നമുക്ക് ഡീസൽ അടിക്കണം വണ്ടിക്ക്. അമ്മ ചായ എടുക്കുമ്പോ വണ്ടിക്ക് ചായ കൊടുത്തിട്ടില്ല. അവർക്ക് അവരുടെ റോഡിലെ പോയില്ലല്ലോ. റോഡ് നല്ല റോഡായതുകൊണ്ട് വണ്ടി തീരെ കുളിക്കുന്നില്ല. കുലുങ്ങി എന്റെ ഫോണ് കുലുങ്ങി കൂടിയിരിക്കുന്നു. ഇങ്ങനെ പാടം പുന്നാറ്റിന്നക്കരയിൽ
നിന്റെ ഫോട്ടോ വന്ന അമ്മണി കളിയമ്മ കാളി കുട്ടു അല്ല കുട്ടു തന്നെ അച്ചു ബാധിച്ചു കളിയുണ്ട്. അത് ഞാൻ ക്ലാസ് അമ്പലം നോക്കണം കണ്ടെത്തിട്ട് തുടക്കം അടുത്ത തുറക്കാൻ വീഡിയോക്ക് വേണ്ടി ഞാൻ തുടച്ചിരുന്നല്ലേ. താങ്ക് യു. ഹായ് വരുമ്പത്തെ കൂടെ ഇതെല്ലാം മലയാളികളോ ഹോട്ടലിൽ? അത് കേൾപ്പത്തിലിട്ടോ വണ്ടി വണ്ടിയല്ല അവിടെ ഹോട്ടലിൽ ഇത് മലയാളത്തിൽ എഴുതി. ഇവിടുന്ന് കുറച്ചും കൂടി കഴിയുമ്പോൾ കണ്ണൂർ റോട്ടിലേക്ക് തെറ്റാം. അങ്ങ് പാടാലും നോക്കിട്ട് വരുന്ന ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങുന്ന വെള്ളം കുടിക്കും ഹിന്ദി. നമ്മൾ അച്ഛനെ കണ്ടുപിടിച്ചു ഗായ്സ്. ഇതാണ് ഗായ്സ് നെല്ല് പിടിക്കുന്ന മരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ വേറെ വഴിയിലേ വന്നു, നമ്മൾ വേറെ വഴിയിലേ വന്നു. അപ്പോൾ ഇവർ ആദ്യം എത്തിയിട്ട് കുറേ സമയം മുന്നേ എത്തിയിട്ട് നമ്മളെ വെയിറ്റ് ആക്കുന്നുണ്ട്. ഇത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ കണ്ടുമുട്ടിയതിന് ശേഷം അച്ഛനെ നമ്മളെ വണ്ടിയിലേക്ക് എടുത്തു. നമ്മൾ വന്നിട്ട് ഡ്രൈവർ മാറിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവർ സ്ഥാനം അച്ഛന് വിട്ടു കൊടുത്തിട്ടുണ്ട്. പട്ട പിടിപ്പിക്കും ഗായ്സ്. നിന്നെ ഈ വഴി വന്നു കേട്ടോ മുമ്പേ. ഞാൻ ഈ വഴി ആദ്യം എനിക്ക് ഫുൾ കുഷി മറ്റേ പാട്ടന്റെ ഇത് കുഷി തീരുമ്പുണ്ട്. വണ്ടി എടുക്കുന്ന ഒരു സ്റ്റാരിങ് പോയി ഞാൻ വല്ല ബൈക്ക് അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിയിൽ ഞാനും കുട്ടും അച്ഛനും അമ്മയാണ്. മറ്റേ വണ്ടിയിൽ മൊത്തം അഞ്ചനെ മാത്രം. ഈ പോകുന്ന വഴീൻ്റെ രണ്ട് സൈഡിലും കുറേ കാപ്പിത്തോട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം അതിൻ്റെ അവരുടെ ഫാക്ടറിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു നമുക്ക് കാപ്പിപ്പൊടി വാങ്ങാമെന്ന്. നമ്മുടെ ഇതുവരെയുള്ള യാത്രാ എക്സ്പീരിയൻസ് നമ്മൾ പങ്കുവയ്ക്കുന്നത് നീതു ചെവിലി. കാപ്പിപ്പൊടിക്ക് വേണ്ടി നമ്മുടെ ബ്ലോഗിന് നമ്മുടെ യാത്രയെ നെഗറ്റീവ് പറഞ്ഞു ഗൈസ്. അഭിപ്രായം പറയും. നമ്മളിപ്പോ എത്ര കിലോമീറ്റർ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറ്റിക്കോലിന് വിടുമ്പോ 7 മണി ആയിട്ടുണ്ടാവും അല്ലെ? 6:45. അപ്പൊ ഒരു 6:45 7 മണിന്റെ ഉള്ളിൽ കുറ്റിക്കോലിന് വിട്ടിട്ടുണ്ടാവും. പിന്നെ എന്റെ ഇടയിൽ നമ്മ ചായ കുടിക്കാൻ നിർത്തി, അങ്ങനെയല്ല ചായ വട കഴിക്കാൻ നിർത്തി. നമ്മൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9:50 അപ്പൊ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ഇതുവരെ അച്ചു ഓടിക്കുന്നുണ്ടായത്. അപ്പൊ എനിക്ക് അച്ഛന് ബൈക്കിൽ പറയാം, അച്ഛന് ബൈക്കിൽ വരച്ചിട്ട് കേൾക്കുന്നില്ല. ഇനി നമുക്ക് എത്താൻ വേണ്ടിട്ട് 57 കിലോമീറ്ററും കൂടി ഉണ്ട്. നമ്മ 11:26 കൊറേ പാട്ടയും കൊറേ പാത്രവും 11:30 എത്തുന്ന കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതപ്പോ നമുക്ക് ലഞ്ച് കഴിക്കാൻ. പിന്നെ നമ്മ നേരെ തിരുനെല്ലിയിലേക്കാണ് പോകുന്നത്. തിരുനെല്ലിന്റെ അടുത്താണ് നമ്മ റിസോർട്ട് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മ ബാക്കി തീരുമാനിക്കും എന്തെങ്കിലും ചെയ്യണോ വേണ്ടിയോ. ഓഫ് റോഡ് ഉറക്കം വരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ മുത്തു അഞ്ചനെയും പോകുന്നുണ്ട്. വിശക്കുന്നില്ല. അങ്ങനെ നമ്മൾ കുട്ടയിലെത്തി ഗൈസ്. കുട്ടുവിന്റെ ഫേവറേറ്റ് സ്പോട്ടായ കുട്ട. പ്രകൃതിയും രമണീയമായ സുന്ദരമായിട്ട് നിറഞ്ഞ പാടത്തിന്റെ സൈഡിലൂടെയാണ് നമ്മിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പാടത്തിൽ വാഴ. നമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുന്നു നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ടായിരിക്കും മിക്കവാറും നിർത്തല്. ഇപ്പൊ സമയം 10:30.
കോഫി ಬೇಕು നല്ലുണ്ട് ഞാൻ കൊണ്ട് ಹೇಗಿದ್ದಾರೆ ಚೆನ್ನಾಗಿದ್ದಾರಾ ಚೆನ್ನಾಗಿದೆ 5 ಕಾಫಿ ಆರ್ಡರ್ ಚೆನ್ನಾಗಿದ್ದಾರಾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നിർത്തിയില്ലെങ്കിലും പോകുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകട പോലത്തെ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. ആടെയാണെങ്കിൽ നമ്മളെ പണ്ടത്തെ പുളി അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, നമ്മളെ പണ്ട് നമ്മൾ സ്കൂളിലെല്ലാം പോകുമ്പോൾ തിന്നുകൊണ്ടുണ്ടായ കുറേ സാധനം ഉണ്ടല്ലോ, അതെല്ലാം അടി ഉണ്ടായിന്. നമ്മൾ വന്നിട്ട് വെളുത്തുള്ളി അച്ചാറെല്ലാം ഒരു വലിയൊരു പാക്കറ്റ് തന്നെ വാങ്ങിയിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി അച്ചാർ മണിക്കടാ, ഇത് പുളി അച്ചാറല്ലേ? പുളിയല്ലേ? ടൊമാറ്റോ ചെറിയ അതില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. കോഫി നല്ല കാപ്പി അതെല്ലാം അച്ഛൻ്റെതാടാ. 3 വെളുത്തുള്ളി അച്ചാറും ഒരിത് ഉമിലി Nostalgia guys, nostalgia. ഇതെങ്ങനെയുണ്ടെന്ന് റിവ്യൂ ആഫ്റ്റർ 10 after 10 years I'm trying again. 10 years സ്കൂളിൽ പോകുമ്പോൾ തിന്നുന്നെ, സ്കൂളിൽ നിർത്തിയിട്ട് തിന്ന കുറച്ച്. സ്കൂളിൽ നിന്ന് പഠിച്ചു വിട്ടപ്പോൾ ആളെ നിർത്തി ഗൈസ്. വേണ്ട മീനു വന്നിട്ട് അങ്ങനെ നിങ്ങളെ അപ്പുറത്തെ വണ്ടിയിലേക്ക് എടുത്തി. ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, അപ്പളി ഞാൻ ആക്കുന്നു, ഞാൻ മനസ്സിട്ട് ആക്കൂല. എനിക്കറിയാം ഇത് ഇങ്ങനെ വരും. നമുക്ക് അടുത്തതാഴ്ച ഇനി ഒരു വൈൻ ഷോപ്പിൽ നിർത്താം. അല്ല ഇമിലി കൊടുത്തു. ഇമിലിക്ക് വലിയ ഇമിലി ഇല്ല. മധുരപ്പുളി ഈ പുളിക്ക് പഞ്ചസാര കൊട്ടയിലൊക്കെ വെച്ചാൽ മതി. ഇനി നേരെ തിരുനെല്ലി ടെമ്പിൾ. സോ അപ്രോക്സിമേറ്റ്ലി അതവിടെ പോന്നിട്ടു. അപ്പൊ നമ്മ അങ്ങനെ കുട്ട കഴിഞ്ഞിട്ട് നമ്മള് നല്ല റോഡ് വന്നിട്ടേ ഇല്ല ലിത്രളില്. നല്ല റോഡ്, ചെറിയ വലിയ വീതിയൊന്നും ഇല്ല ഈ റോഡിന്, പക്ഷെ നല്ല റോഡ്. നമ്മളിതാ വലിയ വളവിലെത്തിയിട്ടുണ്ട് ഗായ്സ്. പക്ഷെ മാപ്പിൽ വലിയ വളവ്. നമ്മളിങ്ങനെ പോകുന്ന വൈക്കെല്ലാം 2 സൈഡിലും കുറേ പാടും ഉണ്ടായിരുന്നു കേട്ടോ. മുന്നേ ബാക്കിലോട്ട് നമ്മൾ വരുന്ന വഴിക്കും അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ നല്ല പാടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അതിൽ കാണാൻ വേണ്ടിയിട്ട്.
വഴിയാണോ എങ്കിലും അങ്ങനെ നല്ല രസമുണ്ട് അതിൻ്റെ കൂടി പോകാൻ വേണ്ടി. 2 സൈഡിലും കാടും അതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വീടും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഷോപ്പ്, തട്ടുകട, അങ്ങനത്തെ എല്ലാം. ഇതിലെ കൂടിയിട്ട് കുറേ വണ്ടിയെല്ലാം പോകുന്നുണ്ട്, ബസ്സും ഉണ്ട് ഇതിലെ കൂടിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മാൻകൂട്ടത്തിനെ കണ്ടിട്ടുണ്ടായി. നമ്മ ആനയെല്ലാം കാണുന്നത് പ്രതീക്ഷിച്ചിന്, പക്ഷെ ആനയെല്ലാം വരുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പോകുമ്പോൾ നമ്മൾ മാനിനെയും മാൻകൂട്ടത്തിനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേറൊരു ജീവിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിട്ട് പോകുന്ന വഴിക്ക്. ഫൈനലി നമ്മൾ നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടിലെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ താമസിച്ചതെന്നല്ല ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ പാർട്ട് 2ഉം പാർട്ട് 3യും നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ, ബൈ. അങ്ങനെ മക്കളെ നമ്മൾ ഫുഡ് കഴിക്കുന്നു ഗൈസ്. 5 കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ഇവിടെ എന്തായിട്ടുണ്ട്.